Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. US വിപണിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയ പോലെ തന്നെ വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും നമുക്ക് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 3% നാസ്ഡാക്ക് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. S&P 500ഉം 1.78% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഇനി FOMC മീറ്റിംഗ് വരാനിരിക്കുന്നുണ്ട്. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? US വിപണിയിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നമ്മൾ FOMC മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു സർപ്രൈസസും പ്രതീക്ഷിക്കേണ്ട. മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഈ വർഷം തേർഡ് ക്വാർട്ടറിൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് കണ്ടിന്യൂ ടു ബി ഹൈ, ഇൻട്രസ്റ്റ് റേറ്റ്സ് കണ്ടിന്യൂ ടു ബി ഹൈ. അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്സ് കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു റിക്കവറി കാണാൻ സാധിച്ചെങ്കിലും ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 18,000 പോയിന്റ്സ് ആയിരിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും 38,800 പോയിന്റ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ്സിൽ ബ്രന്റ് ക്രൂഡ് നിലവിൽ 0.69% ഇടിവിൽ ബാരലിന് 88.67 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിൽ ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ക്രൂഡ് ഓയിലിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ക്രൂഡിന്റെ കേസിൽ ദർസ് എ വെരി സ്ട്രോങ് റെസിസ്റ്റൻസ് അറ്റ് $85. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ക്രൂഡിന് എളുപ്പമായിരിക്കത്തില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $80 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഗോൾഡിലേക്ക് നോക്കുന്ന സമയത്ത് 0.56% ഒരു ഇടിവിൽ ട്രായ് ഓൺസിന് $2,324 എന്നുള്ള റേഞ്ചിലാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡ് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. ബട്ട് നമ്മൾ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം വളരെ ചുരുക്കമായിട്ടാണ് കാണുന്നത്. $2,380 ഇസ് എ വെരി മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് $20 മുതൽ $30 നേട്ടം എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2,295 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ച 22,620 എന്നുള്ളൊരു ഓപ്പണിംഗിൽ നൽകിയതിനു ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ട് ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇൻട്രാഡേ ലോ പരിശോധിക്കുന്ന സമയത്ത് 22,385 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നൊരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അവസാന നിമിഷങ്ങളിൽ 22,419 എന്ന റേഞ്ചിലായിരുന്നു നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ ഇന്നത്തെ സെഷൻ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടത് ഇറ്റ് ഇസ് ജസ്റ്റ് എ റൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. നിഫ്റ്റി 50യുടെ ഓൾ ടൈം ഹൈ 22,775 നിൽക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് വീണ്ടും പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമ്മുടെ കൈവശം ഉണ്ടാവണം. ഒരു സ്ട്രോങ് മൊമെന്റം നമുക്ക് നിഫ്റ്റി 50യിൽ കാണണമെങ്കിൽ 22,775 പോയിന്റിന് മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുന്ന സമയത്തും 293 പോയിന്റിന്റെ ഒരു ഇടിവിൽ 48,201 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 48,679 എന്ന ഒരു ഇൻട്രാഡേ ഹൈയിലേക്ക് ആദ്യ മണിക്കൂറുകളിൽ പോയിരുന്നെങ്കിൽ പോലും അവസാനം 48,088 എന്നൊരു ഇൻട്രാഡേ ലോയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അണ്ടർടോൺ അഗൈൻ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും അധികം ശക്തി നൽകിയ ഒരു സ്റ്റോക്ക് ഇസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ.
സോ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ആദ്യത്തെ ഒരു മേജർ ഹേർഡിൽ 48,800 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഈ ആദ്യത്തെ 3 ദിവസം, അതായത് ബിറ്റ്വീൻ ടുഡേ ആൻഡ് ബുധനാഴ്ചക്കിടെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞൊരു സെഷനിൽ ടോപ്പ് ലൂസേഴ്സ് പട്ടികയിൽ ഇടം പിടിച്ച പ്രധാന 2 ഓഹരികൾ എന്ന് പറയുന്നത് ബജാജ് ട്വിൻസ് തന്നെയായിരുന്നു. ബജാജ് ഫിൻസർവ് ആണെങ്കിലും ബജാജ് ഫിനാൻസും കനത്ത ഇടിവിലേക്ക് വഴിമാറിയിട്ടുണ്ടായിരുന്നു. അവരുടെ 4ാം പാദ ഫലങ്ങളുടെ നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് ഫിൻസർവിനെ സംബന്ധിച്ച 20% ഒരു വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു. 2,119 കോടി രൂപയായിട്ടാണ് ബജാജ് ഫിൻസർവിന്റെ അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ഇൻകം പരിശോധിക്കുമ്പോഴും 35% വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 32,041.93 എന്ന റേഞ്ചിൽ കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇനി ബജാജ് ഫിനാൻസിന്റെ നമ്പേഴ്സ് പരിശോധിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പരിശോധിച്ചാൽ 21% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നോക്കുമ്പോഴും 34% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 3.31 ലക്ഷം കോടി രൂപയായിട്ട് അവരുടെ AUM രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുമ്പോഴും 28% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്പേഴ്സ് നോക്കുമ്പോൾ നല്ല നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓഹരികൾക്കും സാധിച്ചിട്ടുണ്ട്. ഈ 2 ഓഹരികൾ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ പറഞ്ഞതുപോലെ ഫൈനാൻഷ്യൽ റിസൾട്ട് നോക്കുമ്പോഴേക്കും പ്രോബ്ലം ഒന്നും തന്നെ കാണുന്നില്ല. എങ്കിലും കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഈ 2 ബജാജ് സ്റ്റോക്സിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ ഇടയായി. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു അല്പം ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ബജാജ് ഫിനാൻഷ്യൽ സർവീസസിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1,565. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യണം. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ബജാജ് ഫിനാൻസിന്റെ കേസിൽ 6,690 രൂപയായിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. എഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ ഇന്നൊരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ 7,000 മുതൽ 7,250 ഈ ഒരു റേഞ്ച് വിൽ ബി എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് സോൺ എത്തുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വെയിറ്റ് ഫോർ എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. അതോടൊപ്പം തന്നെ ICICI ബാങ്ക് ശനിയാഴ്ച അവരുടെ 4ാം പാദ ഫലങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ICICI ബാങ്കിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ സെഷനിൽ 1,113.25 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ICICI ബാങ്കിനെ സംബന്ധിച്ച് 10,707 കോടി രൂപയാണ് അറ്റാദായ ഇനത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 17% ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുമ്പോഴും 8% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. 19,093 കോടി രൂപയായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. NI നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 17,667 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ICICI ബാങ്കിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ICICI ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് തുടർച്ചയായിട്ട് 5-6 സെഷൻസിൽ നമുക്ക് നല്ല നേട്ടം നൽകി കഴിഞ്ഞു ഈ സ്റ്റോക്ക്. സോ അതിനെ തുടർന്ന് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ കാണാൻ സാധിക്കുന്ന 1,080 രൂപ ആൻഡ് മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 1,135 രൂപ. അതോടൊപ്പം തന്നെ മാരുതി സുസുക്കിയാണ് 4ാം പാദ ഫലങ്ങൾ റിലീസ് ചെയ്ത മറ്റൊരു കമ്പനി എന്ന് പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ച് 3,878 കോടി രൂപയാണ് ഇത്തവണ അറ്റാദായ ഇനത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 48% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റിൽ സാധിച്ചിട്ടുണ്ട്. ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ തന്നെ 4ാം പാദ ഫലങ്ങൾ വളരെ മികച്ച രീതിയിൽ നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരുതി സുസുക്കിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവരൊരു ഫൈനൽ ഡിവിഡൻഡും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഒരു ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഓഹരി ഒന്നിന് 125 രൂപ നിരക്കിൽ നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മാരുതി സുസുക്കി അറിയിച്ചിരിക്കുന്നത്. മാരുതി സുസുക്കിയെ സംബന്ധിച്ച് സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ മാരുതിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ ആഴ്ച മാരുതിയുടെ കേസിൽ ഇറ്റ് ഹിറ്റ് എ ന്യൂ ഓൾ ടൈം ഹൈ. ആൻഡ് അതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ
കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഏറ്റവും മുഖ്യമായിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 12,000 രൂപയായിരിക്കും. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. അതോടൊപ്പം യെസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള റിസൾട്ടുകൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 123% വർധനവ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 451 കോടി രൂപയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പാദത്തിൽ അവര് പ്രോഫിറ്റ് ഇനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ NPA പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2.2% നിന്നും 1.7% NPA കുറഞ്ഞു, ഗ്രോസ് NPA കുറഞ്ഞു വന്നിട്ടുണ്ട്. നെറ്റ് NPA പരിശോധിക്കുന്ന സമയത്തും 0.6% കുറഞ്ഞിട്ടുണ്ട്. 0.8% നിന്നും 6% കുറഞ്ഞിട്ടുണ്ട്. സ്ലിപ്പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 1,233 കോടി രൂപയിൽ നിന്നും 1,356 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുന്ന സമയത്ത് 2,153 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെസ് ബാങ്കിന്റെ റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ യെസ് ബാങ്കിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നല്ല റിസൾട്ട് ആയിരുന്നു യെസ് ബാങ്കിൻ്റെത്. യെസ് ബാങ്ക് ഇസ് എ ടേൺ അറൗണ്ട് സ്റ്റോറി. ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ 4-5 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. മാർച്ച് മാസത്തിലായിരുന്നു ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത് 21 രൂപയ്ക്ക് അടുത്ത്. ആൻഡ് സിൻസ് ദെൻ ഗ്രാജുവൽ ആയിട്ട് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. മൈ ബിലീഫ് കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും എടുക്കാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 30 രൂപയായിരിക്കും. ആൻഡ് സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 23 രൂപയാണ്. അതോടൊപ്പം തന്നെ HCL ടെക്കിന്റെ നമ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മാത്രമാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നത്. എങ്കിൽ പോലും സീക്വൻഷ്യലി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 0.1% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് നെറ്റ് പ്രോഫിറ്റിൽ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. 3,986 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സീക്വൻഷ്യലി വെച്ച് നോക്കുമ്പോൾ 8%-ലധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനം പരിശോധിക്കുന്ന സമയത്തും 7% ഒരു വർധനവ് മാത്രമാണ് ഇത്തവണ വരുമാന ഇനത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 28,499 കോടി രൂപയാണ് HCL ടെക് വരുമാന ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനി ഇപ്പോൾ ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഓഹരി ഒന്നിന് 18 രൂപ നിരക്കിൽ നൽകുമെന്ന് തന്നെയാണ്. HCL ടെക്കിന്റെ റിസൾട്ടിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? ഒപ്പം തന്നെ HCL ടെക്കിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, HCL ടെക്കിലോട്ട് വരുന്നതിന് മുൻപ് നമുക്ക് IT ഇൻഡെക്സ് തന്നെ ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കാം. നമുക്ക് IT ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ 38,400 പോയിന്റിന്റെ അടുത്തായിരുന്നു ഇതിന്റെ ഒരു മേജർ ടോപ്പ് നമുക്ക് കിട്ടിയത്. സിൻസ് ദെൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് IT മേജർ സ്റ്റോക്സിലൊക്കെ സെല്ലിംഗ് ആ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ വീണ്ടും ഒരു സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബിക്കമിങ് ബെയറിഷ്. സോ നമുക്ക് HCL ടെക് മാത്രമല്ല, ഏത് IT മേജർ സ്റ്റോക്സ് ഉണ്ടെങ്കിലും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. IT ഇൻഡെക്സിന്റെ കേസിൽ 33,200 പോയിന്റ് ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ഇൻ IT സെക്ടർ വിൽ ടേൺ ബെയറിഷ്. നൗ HCL ടെക്നോളജിയുടെ സ്പെസിഫിക് കേസ് വരുമ്പോഴേക്കും HCL ടെക്നോളജിയുടെ ട്രേഡിംഗ് പാറ്റേൺ ഇസ് ദ സെയിം ആസ് നിഫ്റ്റി IT ഇൻഡെക്സ്. ആൻഡ് വളരെ വീക്കായിട്ടായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. നമ്മൾ HCL ടെക്നോളജിയുടെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1,438 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. പുതിയൊരു ബൈയിങ് അവസരം നമുക്ക് ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 1,540 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ധാരാളം ക്വരീസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ തന്നെയാണ്. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചും 4ാം പാദ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് ക്വാർട്ടറിൽ 724 കോടി രൂപയാണ് അവർ നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുമ്പോൾ 9% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന പ്രൊവിഷൻസ് ഒക്കെ തന്നെ ഇത്തവണ നെറ്റ് പ്രോഫിറ്റിൽ കാര്യമായിട്ട് എഫക്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൽ ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ റിസൾട്ട് നോക്കുമ്പോഴേക്കും ഒട്ടും സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു. എസ്പെഷ്യലി ഇപ്പോൾ പ്രിയ പറഞ്ഞതുപോലെ പ്രൊവിഷൻസ് കുറച്ച് അധികമായിട്ടുണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ തൽക്കാലം അവോയ്ഡ് ചെയ്യുക.
ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 87 രൂപ ആൻഡ് മേജർ സപ്പോർട്ട് കാണുന്നത് 81 രൂപയിലും. നിഖിൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വി-ഗാർഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.13% നേട്ടത്തിൽ 343 രൂപയിലാണ് ഓഹരി ക്ലോസ് ചെയ്തത്. വി-ഗാർഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ബട്ട് ഫൈനാൻഷ്യലി ആൻഡ് മാനേജ്മെന്റ് വൈസ് എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാത്തൊരു സ്റ്റോക്ക് ഇത്. മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 356 രൂപ. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. ഡാനിയൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് RVNL സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.85% മുന്നേറ്റത്തിൽ 289 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ RVNL ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ല നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു RVNL. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ. അടുത്ത രണ്ട് മേജർ റെസിസ്റ്റൻസസ് ആദ്യം 320 രൂപയും അതിനെ തുടർന്ന് 340 രൂപയിലും ആയിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 0.19% ഒരു മുന്നേറ്റത്തിൽ 53 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസിന്റെ കേസിൽ കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് ഗ്രാജുവലായിട്ട് നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പും ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 55 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 52 രൂപ സ്റ്റോപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഐഡിയയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ഒരു സെഷനിൽ 3% ഒരു ഇടിവിൽ 13 രൂപയിലാണ് ഐഡിയ ക്ലോസ് ചെയ്തത്. സോ ഐഡിയ ഇസ് എ പ്യോർ സ്പെക്കുലേറ്റീവ് സ്റ്റോക്ക്. കഴിഞ്ഞ ആഴ്ചത്തെ ഡെവലപ്മെന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു FPO കൊണ്ടുവന്നിരുന്നു, ഫോളോ ഓൺ പബ്ലിക് ഓഫർ. സോ ഇതിൽ ശ്രീ കുമാരമംഗലം ബിർള നമുക്ക് നൽകിയൊരു സൂചന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ആയിരിക്കും ഈ പണം ഉപയോഗിക്കുക എന്ന്. സോ നമ്മൾ ലോങ് ടേമിന് വേണ്ടി റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ലോങ് പൊസിഷൻ. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 11 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 18 രൂപയിലായിരിക്കും. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ITCയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. വെള്ളിയാഴ്ചത്തെ സെഷനിൽ 0.56% ഒരു മുന്നേറ്റത്തിൽ 440 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ FMCG സ്പേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 10-15 ദിവസത്തിനിടെ നമുക്ക് ഏറ്റവും നല്ല ഒരു റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് ITC. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിങ്ങിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ഗ്രാജുവലായിട്ട് ബുള്ളിഷായി മാറുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. 425 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്ന് നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 445 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗെയിലുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 208 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നുണ്ട്. സ്റ്റോക്ക് ട്രേഡ് ചെയ്തു വരുന്നത് ഇറ്റ് ഇസ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വിപ്രോയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് 1% അടുത്ത നേട്ടത്തിൽ 465 രൂപ 15 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. സോ നമ്മൾ നേരത്തെ നിഫ്റ്റി IT ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആൻഡ് വിപ്രോയുടെ കേസ് നോക്കുമ്പോഴേക്കും വളരെ സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സെപ്റ്റ് ദാറ്റ് കഴിഞ്ഞ ആഴ്ച വളരെ നല്ലൊരു റിസൾട്ട് അല്ലായിരുന്നു വിപ്രോ നമുക്ക് നൽകിയത്. എങ്കിലും കഴിഞ്ഞ ആഴ്ച നമുക്ക് ഷോർട്ട് കവറിംഗ് വിപ്രോയുടെ കേസിൽ കാണാൻ സാധിച്ചിരുന്നു. വിപ്രോയുടെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 505 രൂപയിലായിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് 435 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ട്രാക്സൺ ടെക്നോളജീസ് ലിമിറ്റഡ് മായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.37% ഒരു നേട്ടത്തിൽ 95 രൂപ 45 പൈസയിലാണ് ക്ലോസ് ചെയ്തത്.
So Traxon Technology is a small cap stock. കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഒക്ടോബർ 2022 ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ബട്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 125 രൂപ എത്തിയതിനു ശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു സെല്ലിംഗ് കാണാൻ ഇടയായി. അറ്റ് ദ മൊമെന്റ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 100 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇൻഡസ് ടവേഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.38% നേട്ടത്തിൽ 353 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So Indus Towers long and short term trend continues to be very bullish. ബട്ട് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സ്റ്റോക്ക് ഏതാണ്ട് ഒരു 180 രൂപയ്ക്ക് അടുത്തായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് ആകുമ്പോഴേക്കും നമുക്ക് മോർ ദാൻ 100% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ ആസ്റ്റർ ഡിഎമ്മുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഇടിവിൽ 360 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ആസ്റ്റർ ഡിഎം അഗൈൻ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ സ്റ്റോക്ക് ഏകദേശം ഒരു 2 ആഴ്ച മുൻപ് നമുക്കൊരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടന്നു വരുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. 340 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ആ ഒരു ലെവൽ എത്തുമ്പോൾ നമുക്ക് ലോങ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസസിന് വേണ്ടി ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. വേറൊരു പ്രേക്ഷകൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു സെഷനിൽ 66 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So Indian Overseas Bank, Central Bank of India, Punjab and Sindh Bank, Bank of Maharashtra മുതലായ സ്റ്റോക്സിലൊക്കെ വി ആർ സീയിങ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഒരു ബുള്ളിഷ് ബയസും ഈ സ്റ്റോക്സിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. IOBയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 69 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 69ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന 72 അതിനെ തുടർന്ന് 75 രൂപയിലും ആയിരിക്കും. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IREDA ഇന്ത്യൻ റിന്യൂവബിൾ എനർജിയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% നേട്ടത്തിൽ 170 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ IREDA വീണ്ടും ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ്, ആദ്യത്തെ 175 രൂപയും അതിനെ തുടർന്ന് 180 രൂപയിലും ആയിരിക്കും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 195, 200 ഈ ഒരു റേഞ്ചിലായിരിക്കും. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന കനറ ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 617.6 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ കാനറ ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 625 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5 to 8% ഗെയിൻസ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഒപ്പം തന്നെ അവസാനമായിട്ട് സാറിന് ഫ്രീ ആക്കുന്നതിന് മുൻപ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2% നേട്ടത്തിൽ 1355 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ കഴിഞ്ഞ ഒരു 10 ദിവസത്തെ ട്രേഡിംഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഈ സ്റ്റോക്സിലൊക്കെ കനത്ത സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഈ 3 സ്റ്റോക്സിലും ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ഓൺലി തിങ് ഈസ് ഈ ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ സാറിന് ഫ്രീ ആക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ അൾട്രാടെക്കിന്റെ റിസൾട്ടുകൾ വരാനിരിക്കുകയാണ്. അൾട്രാടെക് സിമന്റിന്റെ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചത്തെ സെഷനിൽ 0.17% നേട്ടത്തിൽ 9700 എന്നുള്ള റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അൾട്രാടെക്കിനെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അൾട്രാടെക് സിമന്റ് നോക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്.
ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ആൻഡ് മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്നത് 9,900 റുപ്പീസിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. മേജർ സപ്പോർട്ട് ഈ സ്റ്റോക്കിൽ കാണുന്നത് 9,150. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. മാക്സിമം ക്വയറീസ് പ്രേക്ഷകരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി.